ഹരേ കൃഷ്ണ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു, നമ്മൾ യഥാർത്ഥത്തിൽ ഭക്തർ ആരുമായിട്ടാണ് ബന്ധപ്പെടേണ്ടത്. നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആ ഭഗവാനെ കൂടുതൽ ആ ഭഗവാന്റെ ബോധത്തിലേക്ക് കൂടുതൽ വരുവാൻ നമുക്ക് അനുഗുണമായ ബന്ധങ്ങളിലൂടെ മാത്രമേ നിത്യജീവിതം കടത്തി വിടാവുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. ഇത് എങ്ങനെയുള്ള വ്യക്തികളെയാണ് നമ്മളത് തിരിച്ചറിയാൻ കഴിയുന്നതും അടുപ്പിക്കുന്നതും അകറ്റുന്നതും? ഭഗവാന്റെ കാര്യങ്ങൾ കേൾക്കാൻ അല്ലെ ആത്മീയമായ വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ അതിൽ താല്പര്യം ഉള്ളവർ ആരാണോ അവരെ കൂടെ നിർത്തുക, അവരുമായുള്ള ബന്ധം നിലനിർത്തുക. ഇങ്ങനെയുള്ള വിഷയങ്ങൾ കേൾക്കുമ്പോൾ തന്നെ അതൊരു വിരസമായി തോന്നുകയും ബോറായി തോന്നുകയും അതിൽ നിന്ന് സ്കിപ്പ് ചെയ്ത് മറ്റ് വിഷയങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കുകയും ചെയ്യുന്നവരെ ഒഴിവാക്കുക. അവരാരായിരുന്നാലും, ഏറ്റവും അടുത്ത ബന്ധമായിരുന്നാലും അവരെ ഒഴിവാക്കി വിടുക തന്നെ വേണം. അങ്ങനെയുള്ളവർ ധാരാളം പേർ നമ്മുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾക്ക് എപ്പോഴും സംസാരിക്കാൻ ഈ വിഷയമേ ഉള്ളൂ എന്ന് അവർക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അവർ സ്ഥിരമായി നമ്മളിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും, ഇവരാരും ഈശ്വരനെ അറിയുന്നവരോ അല്ലെങ്കിൽ ആത്മബോധത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരോ ഭഗവാൻ കണ്ടിട്ടുള്ളവരോ അല്ല, ഭഗവാന്റെ ഒരു ശ്രദ്ധ പോലും ഉള്ളവരല്ല എന്ന് നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയും. കാരണം നമ്മൾ സംസാരിക്കുമ്പോൾ കൂടുതൽ ഭഗവാന്റെ കാര്യങ്ങളും ഈശ്വരൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ച് സംസാരിച്ച് നോക്കൂ. അപ്പോൾ അവർ ഇറിറ്റേറ്റഡ് ആവുകയോ അവർ ഇതിൽ നിന്ന് നമ്മളുടെ സംഭാഷണത്തിൽ നിന്നും അല്ലെങ്കിൽ നാമുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിൽ നിന്ന് അകന്നു പോവുകയും ചെയ്യും. പക്ഷേ അവർ സംസാരിക്കുന്ന രീതിയിൽ തന്നെ നമ്മളും സംസാരിക്കാൻ തുടങ്ങുകയാണെങ്കിൽ നമ്മൾ രണ്ടു കൂട്ടരെ ഹാപ്പിയായിട്ട് തന്നെ മുന്നോട്ട് പോകും. നമുക്കാണ് ആദ്യം പരിവർത്തനം വരേണ്ടത്, നമ്മളുമായിട്ട് കൂട്ടുകൂടുന്നവർക്കല്ല. അപ്പോൾ നമ്മൾ പരിവർത്തന വിധേയരാണെങ്കിൽ മാത്രമേ മറ്റുള്ളവരെ കൂടി പരിവർത്തനപ്പെടുത്തുവാൻ നമുക്ക് കഴിയുകയുള്ളൂ. നമ്മൾ സ്വാഭാവികമായിട്ടും ഭൗതിക ജീവിതത്തിൽ മുഴുകി ജീവിക്കുകയും ആരെങ്കിലും വിളിച്ചാലും ആരുടെയെങ്കിലുമൊക്കെ സ്വരം കേട്ടാലും ബന്ധങ്ങളുണ്ടെങ്കിലും ആരെങ്കിലുമായിട്ട് നിത്യേന നമ്മുടെ കാര്യങ്ങൾ ഷെയർ ചെയ്താലും മാത്രമേ നമ്മുടെ ജീവിതത്തിന് അന്നത്തെ ദിവസത്തിനൊരു സന്തോഷം കിട്ടൂ എന്ന് തോന്നുന്ന സാധാരണ നിലവാരത്തിലുള്ള ഒരു ജീവിതം നയിക്കുന്നവരോടല്ല ഞാനീ പറയുന്നത്. അതിൽ നിന്ന് കുറച്ചുകൂടി ഉയർന്ന് എല്ലാ ബന്ധങ്ങളുടെയും നിസ്സാരത മനസ്സിലാക്കി ബന്ധങ്ങളൊക്കെ ബന്ധങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെ നിലനിർത്തുകയും അതൊന്നും ബന്ധനങ്ങളാകാതെ ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ ആഗ്രഹിക്കുകയും സ്വയം മനസ്സുകൊണ്ട് ഉയരുവാനും നമ്മുടെ മനസ്സിനെ മറ്റുള്ളവരാൽ പിടിച്ച് താഴ്ത്തപ്പെടാതെ മുന്നോട്ട് തന്നെ കൊണ്ടുപോകാൻ സഹായിക്കുന്ന ബന്ധങ്ങളെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ എത്ര പടി ഉയർന്നുയർന്നു വന്നാലും അത്രയും നമുക്ക് ചുറ്റുമുള്ളവരെല്ലാം നമ്മുടെ ചുറ്റുമുള്ളവരെല്ലാം ഈ മായാബന്ധത്തിൽ പെട്ടുകിടക്കുന്നവരാണ്. അപ്പോൾ പല പ്രകാരത്തിൽ മായ നമ്മളെ പിറയിലേക്ക് വലിക്കുവാൻ ശ്രമിക്കും. അത് പല വ്യക്തികളുടെയും സംഭവത്തിൻ്റെയും സാഹചര്യത്തിൻ്റെയും ഒക്കെ രൂപത്തിലാകും നമ്മളിൽ ഉണ്ടാകുന്ന ആ മായയുടെ ആകർഷണം. അപ്പോൾ ആ ആകർഷണത്തിൽ നിന്ന് മുക്തി നേടാൻ അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും നമ്മൾ ഏതോ ഒരു പ്രേരണയിൽ പെട്ടുപോയിരിക്കുകയാണല്ലോ എന്ന്. ആ ഒരു പ്രേരണയിൽ പെട്ടെന്നുള്ള ബോധം നമുക്ക് വരണമെങ്കിൽ നമ്മൾ ആത്മജ്ഞാനത്തിലൂടെ ഭഗവാനെ അറിഞ്ഞ് ജീവിച്ചാലേ ഒരു മായ വലയത്തിൽ പെട്ടു എന്നുള്ള ഒരു ചിന്ത തന്നെ നമുക്ക് വരികയുള്ളൂ. ഇല്ലെങ്കിൽ അതൊരു സ്വാഭാവികമായ ജീവിതമായി നിത്യേന സംഭവിക്കുന്ന കാര്യങ്ങളായിട്ട് നമുക്ക് കരുതൂ. എന്തെങ്കിലും അവിചാരിതമായി നമ്മുടെ ജീവിതത്തെ സ്പർശിക്കുന്ന കാര്യങ്ങൾ കടന്നു വരുമ്പോൾ തന്നെ ഇത് ദേവിയുടെ ഒരു പരീക്ഷണമാണ്, മായാശക്തിയായ അമ്മയുടെ ഒരു പരീക്ഷണമാണ്. ഈ പരീക്ഷണത്തിൽ നിന്നും മോചനം ലഭിക്കുവാൻ ഈ ബന്ധത്തിലൂടെ അല്ലെ ഈ സാഹചര്യത്തിലൂടെ കടന്നു പോകാതിരിക്കാൻ നാം ശ്രമിക്കണം. നമുക്കതിന് കഴിയുന്നില്ല, നമ്മൾ അതിലേക്ക് അങ്ങ് വീണു പോകുന്നു എങ്കിൽ ദേവിയെ തന്നെ മുറുകെ പിടിച്ചുകൊണ്ട് ദേവിയോട് നിരന്തരം ഒരു 2 ദിവസം ഒന്ന് പ്രാർത്ഥിക്കൂ. ദേവിയുടെ നാമങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് ഇത് തന്നെ ആ വിഷയം തന്നെ മനസ്സിൽ വെച്ചുകൊണ്ട് നിരന്തരം ശക്തിയായി ഒന്ന് പ്രാർത്ഥിക്കൂ. ലളിതാ സഹസ്രനാമം ജപിക്കുമ്പോഴോ അല്ലെങ്കിൽ ദേവിയുടെ ഏതെങ്കിലും നാമം ജപിക്കുമ്പോഴോ ആവശ്യം പറയേണ്ടത് എന്താണ്? നമ്മളെ മായാബന്ധത്തിൽ നിന്ന് മോചിപ്പിക്കൂ, മായയിൽ നിന്ന് മോചിപ്പിക്കൂ അമ്മേ. എനിക്ക് ഈ മായയുടെ കെട്ടുപാടിൽ നിന്ന് മോചിപ്പിച്ച് ശരിയും തെറ്റും മനസ്സിലാക്കി ബോധത്തോടുകൂടി ആത്മജ്ഞാനത്തോടുകൂടി ഭഗവാനിലെത്തുവാൻ എന്നെ സഹായിക്കൂ. ഭഗവാനിലേക്കുള്ള എൻ്റെ ദൂരം കുറച്ചു തരൂ അമ്മേ എന്ന് അമ്മയുടെ പത്മപാദങ്ങളിൽ വീണ്
സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട്, മനസ്സാ പ്രണമിച്ചുകൊണ്ട് ആ അമ്മയെ 2-3 ദിവസം അടുപ്പിച്ച് പ്രാർത്ഥിച്ചാൽ ആ മായ വന്ന പോലെ തന്നെ നമ്മുടെ മനസ്സിനെ ബാധിച്ച മായ കടന്നു പോകും. അങ്ങനെ ഓരോന്നും നമ്മൾ നിത്യം പ്രാർത്ഥിച്ച് നമ്മൾ മായാബന്ധനത്തിൽ നിന്ന് മോചിതരാകും. സ്ഥിരമായി അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഏത് മോഹങ്ങൾ വന്നാലും, ഏത് വ്യക്തിബന്ധങ്ങൾ വന്നാലും, ഏത് സാഹചര്യങ്ങൾ വന്നാലും അതെല്ലാം നമ്മുടെ മനസ്സിന് പുറത്തായി പോകും. ഒന്നിനെ നമ്മൾ മനസ്സിലേക്ക് കടത്തി വിടുകയില്ല. അവിടെ സ്ഥിരമായിട്ടുള്ള ഒരു പ്രതിഷ്ഠ ഉറച്ചു കഴിഞ്ഞ് സ്ഥിതപ്രജ്ഞൻ എന്നൊക്കെ ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നത്, സ്ഥിതപ്രജ്ഞന്റെ ലക്ഷണം എന്താണെന്നൊക്കെ ഞാനന്ന് പറഞ്ഞു തന്നായിരുന്നു ഭഗവത്ഗീത പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത്. എപ്പോഴും അചഞ്ചലമായ ഭക്തിയോടുകൂടി ഭഗവാനിൽ തന്നെ മനസ്സുറച്ച് എന്ത് പുറമേ കണ്ടാലും അതൊന്നും മനസ്സിനെ ബാധിക്കാതെ എല്ലാം ഭഗവാന്റെ സൃഷ്ടി തന്നെ, ഭഗവാൻ തന്നെയാണ് സർവ്വതും എന്ന് സ്ഥിരമായി ഉറച്ചു വിശ്വസിക്കുക. അങ്ങനെ തന്നെ അനുഭവത്തിൽ കൊണ്ടുവരുത്തുക. എന്ത് കാര്യങ്ങൾ സംഭവിച്ചാലും അതിനെ ഈസിയായിട്ട് എടുക്കുക. വിഷമങ്ങളെല്ലാം നമ്മൾ വിഷമിക്കുന്നത് എന്തുകൊണ്ടാണ്? ഏറ്റവും കൂടുതൽ അതിനെ ആകർഷിക്കുകയും അറ്റാച്ച്മെന്റ് ഉണ്ടാവുകയും ചെയ്യുന്നതും കൊണ്ടാണ് ആ വിഷമം കടന്നു വരുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം സാധിക്കാൻ ഇറങ്ങി പുറപ്പെട്ടു, ആ കാര്യം സാധിച്ചില്ല, അതുമായിട്ട് അത്രയും മാനസികമായ ഇന്ററാക്ഷൻ നടന്നു കഴിഞ്ഞു, അതുകൊണ്ടാണ് അത് നടക്കാത്തതിൽ നമുക്ക് വിഷമം. അതിനെ അപ്പം തന്നെ വിട്ടുകളയുക. അത് എൻ്റെ ജീവിതത്തിൽ അനുയോജ്യമല്ല, ഭഗവാൻ ഇഷ്ടമല്ല, അതുകൊണ്ട് അത് നടന്നില്ല. ഇതിനേക്കാളും മെച്ചപ്പെട്ട കാര്യം ഭഗവാൻ എനിക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ടാകും എന്ന് ഭഗവത് ഭക്തന്മാർ വിശ്വസിക്കുക. അല്ലാതെ സാധാരണ മനുഷ്യരൊരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചിട്ട് അത് നടന്നില്ലെങ്കിൽ എനിക്കിതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ളത് ഭഗവാൻ കരുതി വെക്കുമെന്ന് പറയാൻ ഭഗവാനുമായിട്ട് അവർക്കൊരു അറ്റാച്ച്മെൻറ്റും ഇല്ല. അങ്ങനെയുള്ളവർക്ക് ഭഗവാൻ ഒന്നും കരുതുകയില്ല. നാം ഭഗവാനെ അറിയുന്നെങ്കിൽ മാത്രമേ ഭഗവാൻ നമ്മെയും അറിയുകയുള്ളൂ എന്ന് അടിവരയിട്ട് ഓർക്കുക. അപ്പോൾ ഇങ്ങനെ വരുന്ന വിഷമങ്ങൾ എന്തെങ്കിലും വ്യക്തികൾ, ഇപ്പം നമ്മുടെ മക്കൾ അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കൾ, നമ്മളുമായിട്ട് ഏറ്റവും പ്രിയപ്പെട്ടവർ അകന്നിരിക്കുന്നു, അകലെയായിരിക്കുന്നു, അവരെക്കുറിച്ചൊരു വിവരമില്ല. അപ്പോൾ അവർ നമ്മളെ വിളിക്കുന്നില്ല. ഉടനെ ഒരു വിഷമം മനസ്സിലേക്ക് കടത്തി വിട്ടിയോ അതെന്തായും, എന്തെങ്കിലും ആപത്ത് സംഭവിച്ചു, ഇങ്ങനെ ആയിരിക്കുമല്ലോ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. ഒരു ദിവസമോ 2 ദിവസമോ വിളിയില്ല, പറച്ചില്ലെങ്കിൽ ഉടനെ തോന്നും അവിടെ എന്തെങ്കിലും അത്യാപത്ത് സംഭവിച്ചു. ഉടനെ നേരെ പോസിറ്റീവായിട്ട് ചിന്തിക്കുക. എന്തെങ്കിലും ജോലി തിരക്കിൽപ്പെടുകയോ അല്ലെങ്കിൽ വിളിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലോ ഇരിക്കുകയായിരിക്കും. അവരെവിടെയായിരുന്നാലും എൻ്റെ ഭഗവാൻ അവരെ രക്ഷിക്കുമല്ലോ. ആർക്കും ഒരു ആപത്തും ഉണ്ടാക്കുവാൻ എൻ്റെ ഭഗവാൻ അനുവദിക്കുകയില്ലല്ലോ. ഞാൻ എൻ്റെ ഭഗവാന്റെ പ്രിയപ്പെട്ട ഭക്തയല്ലേ, അല്ലെങ്കിൽ ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടവളല്ലേ ഞാൻ, അല്ലെ പ്രിയപ്പെട്ടവനല്ലേ ഞാൻ. പിന്നെ എങ്ങനെയാണ് ഞാൻ ബന്ധപ്പെട്ടിരിക്കുന്ന മറ്റ് എൻ്റെ പ്രിയമുള്ളവരെയൊക്കെ ഭഗവാൻ എന്നിൽ നിന്ന് അകറ്റുകയോ എനിക്കൊരു വിഷമം തരികയോ ചെയ്യുന്നത്? ഇങ്ങനെ തന്നെ ചിന്തിക്കുക, ഇങ്ങനെ തന്നെ വിചാരിക്കുക. ഭഗവാനുമായിട്ടുള്ള ബന്ധം ദൃഢതരമാക്കി വെച്ചിരുന്നാൽ മാത്രമേ ഇങ്ങനെയുള്ള ബന്ധങ്ങളിലൂടെ അല്ലെ ചിന്തകളിലൂടെ നമുക്ക് കടന്നു പോകാൻ കഴിയൂ. അകലെ റോഡിൽ കൂടി പോകുന്ന ഒരു വ്യക്തിയെ, യാതൊരു സമ്പർക്കമില്ലാത്തൊരു വ്യക്തിയെ ചൊല്ലി നമുക്കിങ്ങനെ ചിന്തിക്കാൻ പറ്റുമോ? നമ്മൾ നിത്യേന ഒരാളെ കാണുന്നു, ആ കാണുന്ന വ്യക്തിയോട് നാം നിരന്തരം സമ്പർക്കപ്പെടുകയും അവർ നമ്മുടെ ജീവിതത്തിൻ്റെയും ഹൃദയത്തിൻ്റെയും ഭാഗമാകുകയും ചെയ്താലേ അവർ നമ്മളെ രക്ഷിക്കുമെന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയൂ. അത് ഭഗവാനുമായിട്ട് ആ ഒരു ദൃഢബന്ധം ഉണ്ടെങ്കിൽ മാത്രമേ ഭഗവാൻ എവിടെയായിരുന്നാലും ഏത് ദുഷ്കരമായ സാഹചര്യത്തിലാണെങ്കിലും നമ്മെ രക്ഷിക്കാൻ ഭഗവാൻ, അല്ലെ നമ്മളുമായി ബന്ധപ്പെട്ടവരെ രക്ഷിക്കാൻ ഭഗവാൻ നമ്മോടൊപ്പം ഉണ്ടെന്നുള്ള ദൃഢമായ ആ ഉറപ്പ് വരണമെങ്കിൽ നമ്മൾ ഭഗവാനോട് ദൃഢമായ ആ സമർപ്പണം നടത്തി വെച്ചിരിക്കണം. ഭഗവാൻ ആണ് എൻ്റെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്ന ഏക ശക്തി. ഭഗവാൻ എനിക്ക് വേണ്ടി എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും ശരിയായിരിക്കും. ഞാനായി എടുക്കുന്ന തീരുമാനങ്ങളൊന്നും ശരിയാകാൻ സാധ്യതയില്ല. അപ്പോൾ എനിക്ക് നല്ലത് വരുവാൻ വേണ്ടി മാത്രമാണ് എൻ്റെ ഭഗവാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഈ ഒരു ചെറിയ കാര്യത്തിൽ എൻ്റെ ചെറിയ ചിന്തകൾ കൊണ്ട്, വിചാരങ്ങൾ കൊണ്ട് എനിക്ക് മോശമായിട്ട് തോന്നിയതാണ്, എനിക്ക് കിട്ടാൻ അല്ലെ ഞാൻ അർഹയാണെന്ന് തോന്നിയത് കിട്ടാത്തത് കൊണ്ട് ഞാൻ വെറുതെ എൻ്റെ ഇന്ദ്രിയങ്ങളുടെ ഒരു ആഗ്രഹത്തിൻ്റെ പേരിൽ ഞാൻ ആഗ്രഹിച്ചു വിഷമിക്കുന്നു. എന്നാൽ അതീന്ദ്രിയനായ, എല്ലാത്തിൻ്റെയും ഉടമസ്ഥനായ, എല്ലാ ജീവജാലങ്ങളെയും സൃഷ്ടിച്ച ആ മഹത്തായിട്ടുള്ള ബ്രഹ്മജ്ഞാനി, ബ്രഹ്മമായ പരബ്രഹ്മ തേജസ്സായ ഭഗവാന് എല്ലാ കാര്യങ്ങളും കൃത്യമായി അറിയാവുന്ന, ഏറ്റവും ഈ പ്രപഞ്ചത്തെ നയിക്കുന്ന ശക്തിയാണല്ലോ. അപ്പോൾ എൻ്റെ വിഷയത്തിൽ അദ്ദേഹം, അല്ലെ എൻ്റെ കാര്യത്തിൽ ഭഗവാൻ ഒരു തെറ്റായ തീരുമാനമെടുക്കാൻ ഒരു സാധ്യതയുമില്ല. ഭഗവാൻ എടുക്കുന്ന ഏത് തീരുമാനവും ഞാൻ ശിരസ വഹിക്കുവാൻ തയ്യാറാണ്. കാരണം ഭഗവാനെ മാത്രം ഞാൻ ശരണാഗതി പ്രാപിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് മറ്റു ബന്ധനങ്ങളോ ഒന്നും ജീവിതത്തിൽ പ്രധാനമല്ല. ഭഗവാൻ തന്നെയാണ് എൻ്റെ ഏക ബന്ധു.
എൻ്റെ പിതാവും മാതാവും എൻ്റെ സുഹൃത്തും എൻ്റെ നാഥനും എല്ലാം ഭഗവാനാണ് എന്ന പ്രാർത്ഥനയോടെ എന്ന ചിന്തയോടുകൂടി വേണം നമ്മൾ ഓരോരുത്തരും ജീവിക്കേണ്ടത്. ഞാൻ ഒരു മയിലിൻ്റെ ഭഗവാന്റെ മുന്നിൽ വന്നു നിന്ന് പാട്ട് പാടിയ മയിലിനെ കുറിച്ച് കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. ആ മയിൽ പാടിയത് എന്തായിരുന്നു? എൻ്റെ പിതാവും വൃന്ദാവനെ കണ്ണാൻ ശ്യാമവർണ്ണ, നീയാണ് എൻ്റെ പിതാവ്, നീ തന്നെയാണ് എൻ്റെ മാതാവ്, നീയാണ് എൻ്റെ സഖി, നീ എൻ്റെ ഹൃദയത്തെ രക്ഷിക്കൂ, നീ എന്നെ രക്ഷിക്കൂ, എനിക്ക് നീയാണ് സന്തോഷം തരുന്നത് എന്നൊക്കെയാണ് പാടിക്കൊണ്ടിരുന്നത്. അനേകം നാൾ പാടിയിട്ടും ആ മയിൽ ശ്രദ്ധിച്ചില്ല എന്ന് ഞാൻ പറഞ്ഞു. ആ മയിലിനെ ഭഗവാൻ ശ്രദ്ധിച്ചില്ല. പക്ഷേ ആ രാധാദേവിയുടെ നാമങ്ങൾ ഉച്ചരിച്ചപ്പോൾ ഭഗവാൻ ഓടി വന്ന് മയിലിനെ അടുത്ത് വന്ന് തലോടുകയും എവിടെ നിന്നാണ് നീ വന്നതെന്നൊക്കെ ചോദിക്കുകയും അതിനെ അനുഗ്രഹിക്കുകയും അതിന് ജന്മാന്തരമായിട്ടുള്ള പാപകർമ്മങ്ങളിൽ നിന്ന് മോചനം കൊടുത്ത് ഭഗവത് സാരൂപ്യം ലഭിക്കുകയൊക്കെ ചെയ്തു എന്ന് പറഞ്ഞ് അതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് എന്താണ്? അനേക കാലമായി ഭഗവാനെ വിളിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കർമ്മങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ഗുണവും ലഭിക്കുന്നില്ലേ എങ്കിൽ നിങ്ങൾ ദേവിയിലൂടെ ഭഗവാനിലേക്ക് വരൂ. ദേവിയെ മനസ്സാ പ്രാർത്ഥിക്കൂ. ദേവിയാണ് നമ്മളുടെ ഈ ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും ഒക്കെ പ്രേരണാശക്തി. നമ്മുടെ ആത്മാവ് നിലനിൽക്കുന്നത് ഭഗവാനാകുന്ന ആ ബ്രഹ്മശക്തിയുടെ ഒരു ഭാഗമാണ് ഈ ജീവാത്മാവായി മാറിയിരിക്കുന്നത്. ആ പരബ്രഹ്മ ജ്യോതിസിന് ശക്തി കൊടുത്ത് അതിനെ ഊർജ്ജസ്വലമാക്കി നിർത്തിയിരിക്കുന്നത് ഈ മായാസ്വരൂപിണിയായ ദേവിയാണ്. അപ്പോൾ ദേവിയാണ് നമ്മുടെ ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും ഉടമയെന്ന് നമുക്കൊരു തരത്തിൽ പറയാം. അപ്പോൾ നമ്മളിലിരിക്കുന്ന ആത്മശക്തിയെ വർദ്ധിപ്പിക്കുവാനും കായികമായിട്ടുള്ള ബുദ്ധിയും ശക്തിയും വിവേചനശേഷിയും എല്ലാം ഭൗതികവും ആത്മീയവും ആയിട്ടുള്ള എല്ലാ ഉയർച്ചയ്ക്കും കാരണം, എല്ലാ ഉയർച്ചയുടെ നിദാനം ദേവിയാണ്. ഈ പ്രപഞ്ചമാതാവായ ഭൂമിയിലെ ഉർവരതകളെ മാറ്റുന്ന കർഷകർക്ക് അവരുടെ കാർഷിക വൃത്തിയിലൂടെ സർവ്വ ഐശ്വര്യങ്ങളും കൊടുക്കുന്ന കലാകാരന്മാർക്ക് അവരുടെ ടാലന്റുകളിലൂടെ ഉന്നതമായ പദവി അലങ്കരിക്കുവാൻ അവസരം കൊടുക്കുന്ന, ഭൂമിയിൽ സമ്പത്ത് ആഗ്രഹിക്കുന്നവർക്ക് സമ്പത്തും ഐശ്വര്യം ആഗ്രഹിക്കുന്നവർക്ക് ഐശ്വര്യവും ദീർഘായുസ് ആഗ്രഹിക്കുന്നവർക്ക് അതും നൽകുവാൻ സർവ ഐശ്വര്യങ്ങളുടെയും സമ്പത്തിൻ്റെയും എല്ലാ ആഗ്രഹങ്ങളുടെയും പൂർത്തീകരണത്തിന് വേണ്ടി നിൽക്കുന്ന ദുർഗാദേവിയായി, സർവമംഗളമംഗല്യയായി നിൽക്കുന്ന ദേവിയായി, ഐശ്വര്യസ്വരൂപിണിയായി നിൽക്കുന്ന, സമ്പന്ന സ്വരൂപിണിയായി നിൽക്കുന്ന ലക്ഷ്മി ദേവിയായി, വിജ്ഞാനത്തിൻ്റെ നിറകുടമായി നിൽക്കുന്ന പാർവതി ദേവിയായി, എല്ലാം ദേവിയുടെ വിവിധ ശക്തി രൂപങ്ങൾ നമ്മളുടെ ഉള്ളിൽ ഇങ്ങനെ പ്രവർത്തിക്കുന്നു. നാം ജ്ഞാനത്തിലൂടെ വിദ്യയിലൂടെ കടന്നു പോകുമ്പോൾ പാർവതി ദേവി നമ്മിൽ പ്രഫുല്ലമായിരിക്കുന്നു. നമ്മൾ സമ്പത്ത് കൈകാര്യം ചെയ്യുകയും സാമ്പത്തികമായ ഉയർച്ചയെക്കുറിച്ച് ആഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ ലക്ഷ്മി ദേവി നമ്മളിൽ അനുഗ്രഹം ചൊരിഞ്ഞ് നമ്മളിൽ അനുഗ്രഹ വർഷങ്ങൾ ചൊരിഞ്ഞിങ്ങനെ നിൽക്കുന്നു. നാം ശക്തി സ്വരൂപിണിയായി കുടുംബത്തിൻ്റെ കാര്യങ്ങൾ ഏറ്റെടുത്ത് നമ്മൾ മറ്റുള്ളവരെ വഴി നയിക്കുകയും ഏറ്റവും ശക്തയായി കുടുംബകാര്യങ്ങളും ജോലി ഇടങ്ങളിൽ അവിടുത്തെ കാര്യങ്ങളും നമ്മുടെ ഉത്തരവാദിത്തങ്ങളും ഭൗതിക സാഹചര്യങ്ങളിലുള്ള എല്ലാ കാര്യങ്ങളും നാം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നാം ഭദ്രയായി ദുർഗയായി ഇങ്ങനെ നമ്മുടെ ഉള്ളിൽ ദേവി വിലസുന്നു. അപ്പോൾ നമ്മുടെ ഉള്ളിൽ തന്നെ ഇരിക്കുന്ന ആ ആത്മശക്തിയും ഭൗതിക ശക്തിയുമെല്ലാം നമ്മൾ തിരിച്ചറിയാതെ പോകുന്നത് നമ്മൾ പുറമേയുള്ള ചെറിയ ഈ മറ്റ് ചെറിയ ബന്ധങ്ങളിലേക്ക് ആശ്രയവും അഭയവും കണ്ടെത്തുന്നത് കൊണ്ടാണ്. നമ്മുടെ ഉള്ളിൽ തന്നെ ആരെയും ആശ്രയിക്കാതെ മറ്റുള്ളവരുടെ അടുക്കെ അഭയം തേടാൻ പോകാതെ സ്വയം കരുത്താർജിക്കുവാനുള്ള വലിയൊരു അഗ്നി നമ്മുടെ ഉള്ളിലുണ്ട് എന്നുള്ള തിരിച്ചറിവ് നമുക്കില്ലാത്തത് കൊണ്ടാണ്. നമ്മൾ ജ്ഞാനത്തിലേക്ക് വരുമ്പോൾ, ജ്ഞാനമാർഗം സ്വീകരിച്ച് ആത്മബോധത്തിലൂടെ ജീവിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഈ അനന്തമായ ശക്തിവിശേഷത്തെ നാം തിരിച്ചറിയുകയും നാം ആരാലും തളർത്തപ്പെടുത്തുവാൻ നമ്മളെ കഴിയുകയില്ല. ഏത് സാഹചര്യത്തിലൂടെ കടന്നു പോയാലും നാം തളരുകയില്ല. ഏത് വ്യക്തിയോ സാഹചര്യമോ സ്ഥലമോ
എന്ത് ചിന്തകളോ നമ്മളെ തളർത്തുകയില്ല. അതൊന്നും നമ്മുടെ മനസ്സിനെ ബാധിക്കുകയില്ല. നമ്മുടെ മനസ്സിന് ഒരു കെട്ടുപാട് മാത്രമേ ഉണ്ടാവുകയുള്ളൂ, ഭഗവാനോടുള്ള കെട്ടുപാട്. ആ ഭഗവാനിലൂടെ ദേവിയിലേക്ക് എത്തുകയും ദേവിയിലൂടെ വീണ്ടും ഭഗവാനിലെത്തുകയും ഭഗവാനും ദേവിയും നമ്മുടെ ഹൃദയത്തെ, നമ്മുടെ ജീവിതത്തെ, നമ്മുടെ മനസ്സിനെ ഉയർത്തി ജീവിതത്തിന് പുതിയൊരു പരിവർത്തനം തരുവാൻ ഓരോരുത്തരെയും ഭഗവാനും ദേവിയും അനുഗ്രഹിക്കട്ടെ എന്ന ആഗ്രഹത്തോടുകൂടി, എന്ന പ്രാർത്ഥനയോടുകൂടി സർവവും ഭഗവാന്റെയും ശ്രീ രാധാദേവിയുടെയും പത്മപാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ലോകാ സമസ്ത സുഖിനോ ഭവന്തു.